ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് കുറിച്യ റിവോൾട്ട്. SSLC സോഷ്യൽ സയൻസ് ഫസ്റ്റിലെ 4th ചാപ്റ്ററായ ബ്രിട്ടീഷ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ എന്ന ചാപ്റ്ററിലെ പ്രധാന ഭാഗമായ കുറിച്യ റിവോൾട്ടിലേക്ക് പോകാം. ഇവിടെ കുറച്ച് പോയിന്റ്സ് കൊടുത്തിട്ടുണ്ട്. അഗെയിൻസ്റ്റ് ബ്രിട്ടീഷ്, കുറിച്യ കുറുമ്പ, വയനാട് 1812, ലീഡർ രാമനമ്പി, റീസൺസ് ഇമ്പോസിഷൻ ഓഫ് എക്സസീവ് ടാക്സ് ബൈ ബ്രിട്ടീഷ്, കമ്പൽഷൻ ഫോർ പേയിങ് ടാക്സ് ഇൻ ക്യാഷ്. അതായത് കുറിച്യ റിവോൾട്ട് ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ഒരു കലാപമായിരുന്നു. കുറിച്യരും കുറുമ്പിലും കൂടെ ചേർന്നിട്ടായിരുന്നു ഈ കലാപം നടത്തിയിരുന്നത്. വയനാടിലാണ് ഈ കലാപം കണ്ടക്ട് ചെയ്തിരുന്നത്. 1812 ഈ കലാപം. ഈ കലാപം നടക്കുന്ന സമയത്ത് അക്കാലഘട്ടത്തിൽ വയനാട്ടിലെ സബ് കളക്ടറായിരുന്നു TH ബാബർ. അദ്ദേഹം പറയുന്നത് ഈ കലാപം 1 മാസം കൂടെ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ വയനാട് എന്ന പ്രദേശം നിങ്ങൾക്ക് തന്നെ ലഭിക്കുമായിരുന്നു എന്നുള്ളതാണ്. പക്ഷേ അത് സംഭവിച്ചില്ല. ബ്രിട്ടീഷുകാർ ഇവരുടെ നേതാവായ രാമനമ്പിയെ പിടിച്ചു വധിക്കുകയായിരുന്നു ചെയ്തത്. അതോടുകൂടി ഈ കലാപം അവസാനിക്കുന്നു. ഈ കലാപത്തിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്നറിയപ്പെടുന്നത് ബ്രിട്ടീഷുകാർ അമിതമായി ഇവരുടെ കയ്യിൽ നിന്ന് ടാക്സ് കളക്ട് ചെയ്തിരുന്നു. അതുപോലെ കൃത്യമായി തന്നെ നികുതി പണമായി തന്നെ നൽകണമായിരുന്നു. ഇക്കാരണങ്ങൾ കൊണ്ടായിരുന്നു ഈ കലാപം നടന്നിരുന്നത്. രാമനമ്പിയെ വധിച്ചതോടുകൂടി ഈ കലാപം അവസാനിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ ഇതാണ് കുറിച്യ റിവോൾട്ട്. ഓക്കെ, താങ്ക് യു.